ഹലോ ഗായ്സ്, ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ വളരെ അടിപൊളി ഞണ്ട് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അത് ഭയങ്കര നല്ലതായിട്ടുള്ളൊരു കറിയാണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ പാൻ ചൂടാക്കുന്നു. അതിലേക്ക് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ കടുകിട്ട് വറവിടുന്നു. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ സാധനമായിട്ട് ഞാൻ ഇത് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഞാൻ അങ്ങനെ ആരും ഇടുന്ന കണ്ടിട്ടില്ല ഈ ഞണ്ട് കറിയിലൊന്നും. അപ്പം ഞാൻ വറ്റൽമുളക് ഇട്ടിട്ടാണ് അതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അരിഞ്ഞിടുന്നതിനെക്കാട്ടും ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഞാൻ സവാള ഒരു 2 സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു മുളക് ഇത് മറ്റേ വറ്റൽമുളകല്ല കേട്ടോ, അതിനെക്കാട്ടി എരിവില്ലാത്ത സൈസുള്ള ഒരു മുളകാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതൊന്ന് സോട്ടായതിന് ശേഷം തക്കാളി അധികം പഴുത്തില്ല, എന്നാലും ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു പുളി ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നമ്മുടെ ഒരു എന്താ പറയുക, ഷാർപ്പ് കൈൻഡ് ഓഫ് ഒരു ഞണ്ട് കറി കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പൊടികളായിട്ട് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആയിട്ട്, അതായത് കുരുമുളക്, മുളക് പൊടി, പിന്നെ അതേപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര. പിന്നെ ലാസ്റ്റായിട്ടൊരു ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് പകരം ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ വീട്ടിൽ ഗരം മസാല ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ടത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിക്കൻ കറി അല്ല, ഇതെന്ത് കറി, ഞണ്ട് കറി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഫസ്റ്റ് ഉണ്ടാക്കി തന്നെ ഭയങ്കര നല്ലതായിരുന്നു. നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് അങ്ങനെ നല്ലപോലെ ആക്കാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റേത് ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ അടിപൊളിയായി. അതാണ് ഞാൻ ഒരു വീഡിയോ എടുത്ത്. ഓക്കെ, പിന്നെ ഞാൻ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഞണ്ടിനെയൊക്കെ മുറിച്ചൊക്കെ അമ്മയാണ് കേട്ടോ. കറി ഉണ്ടാക്കൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം വേണം ഒഴിക്കാൻ. ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് തണുത്ത വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ അവരൊക്കെ ചൂടുവെള്ളമാണ് ഒഴിച്ചത്, പക്ഷെ ഞാൻ തണുത്ത വെള്ളം ഒഴിച്ചത്. എന്നാലും തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് കറിക്ക് എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. എന്നിട്ട് ഞാനിതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പക്ഷേ ആ പച്ചമണം മാറുന്നവരെ നമ്മുടെ മസാലാസൊക്കെ നല്ല ഇളക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഉപ്പ് ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഞാൻ മറ്റേ ചിക്കൻ മസാല ഞാൻ മറന്നുപോയി ഇനി, അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സംഭവമാണ് ഈ ഒരു ഞണ്ട് കറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.